ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്റെ അനുഭവ സാക്ഷി ഞാൻ വളരെ ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു സംഘടനയെ ഉയർത്തുവാനോ ഒരു മതത്തെ താഴ്ത്തിക്കെട്ടിയിട്ട് മറ്റൊരു മതത്തെ ഉയർത്തുവാനോ അല്ല. യോ എന്റെ പാരമ്പര്യത്തെയോ എന്റെ സമൂഹത്തെയോ ഇന്ന് ഞാൻ വസിക്കുന്ന സാഹചര്യത്തെയോ ഒന്നും ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വമെടുക്കുക, അത് മാത്രമാണ്. ആകയാൽ കൃപയാൽ ഇന്ന് രാത്രിയും ദൈവം ഇവിടെ വന്നിട്ടുണ്ട്, യേശു ഇവിടെ വന്നിട്ടുണ്ട്. ചിലതൊക്കെയും പ്രവർത്തിക്കുവാൻ യേശുവിന് പദ്ധതിയുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരം പട്ടണത്തിലാണ്. എയർപോർട്ടിന് ഓപ്പോസിറ്റ് വള്ളക്കടവ് പുത്തമ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. പാകിസ്ഥാൻ കോട്ട എന്നാണ് അവിടെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം. എന്റെ പിതാവ് എസ്റ്റേറ്റിൽ ഒരു ജോലിക്കാരനായിരുന്നു. ഞങ്ങൾ 6 മക്കളാണ്, 4 ആൺമക്കൾ 2 പെൺമക്കൾ. എന്റെ പേര് റംല തോമസ് എന്നാണ്. ഇപ്പോൾ റംല തോമസ് എന്നാണ്. റംല ബീവി എന്നായിരുന്നു. സാറയുടെ പേര് ചുരുക്കിയതുപോലെ എന്റെ ദൈവം ആ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വരുത്തുവാൻ എന്റെ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ പിതാവിന്റെയും മാതാവിന്റെയും ഇഷ്ടപുത്രിയായിട്ടായിരുന്നു ഞാൻ വളർന്നു വന്നത്. ചെറുപ്രായം മുതൽ എന്റെ പിതാവ് എസ്റ്റേറ്റിൽ ജോലി ആയതുകൊണ്ട് എന്റെ സഹോദരങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം ഓർത്ത് എസ്റ്റേറ്റിലെ ജോലിയൊക്കെ കളഞ്ഞിട്ട് സ്വന്തമായി നാട്ടിൽ കടന്നു വന്ന് ഹോട്ടലൊക്കെ ഇട്ട് സ്വന്തമായി ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഞങ്ങളെ ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. ചെറുപ്രായം മുതൽ ഒരു ഇസ്ലാമായി ജനിച്ച വ്യക്തി ഇമാമായി തീരണമെങ്കിൽ നിശ്ചയമായി ഖുർആൻ പഠിച്ചിരിക്കണം. അത് ഇസ്ലാം ഇമാം കാര്യങ്ങൾ 11 കൂട്ടമാണ് കലിമകൾ. ഈ 11 കലിമകളും അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അടുത്ത് പോകുവാൻ സാധ്യമാകുകയുള്ളൂ. ഖുർആനിനകത്ത് വ്യക്തമായി നരകത്തെയും സ്വർഗത്തെയും കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നരകത്തിന്റെ ഭീകരാവസ്ഥയെ കുറിച്ച് വ്യക്തമായി ഖുർആനിനകത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം പഠിപ്പിച്ച് എന്റെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 11 കലിമകളും അനുസരിച്ച് ഖുർആൻ മറ്റ് സ്വർഗത്തിൽ പോകുവാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 3.5 വയസ്സ് മുതൽ ഖുർആൻ പഠിപ്പിക്കാൻ ആരംഭിച്ചാൽ 7-7.5 വയസ്സാകുമ്പോഴേക്കും സ്വർഗത്തിൽ പോകുവാനുള്ള കാര്യമെല്ലാം ഒരു ഇസ്ലാമായി ജനിച്ച വ്യക്തി സ്വന്തമാക്കിയിരിക്കും. അങ്ങനെ തന്നെ ഞാനും പഠിച്ചു. എനിക്ക് അള്ളാഹുവിന്റെ അടുത്ത് പോകണം, അള്ളാഹുവിന്റെ മടിയിലിരിക്കണം, അള്ളാഹുമായി സംസാരിക്കണം. ഇതായിരുന്നു എന്റെ പിഞ്ച് ഹൃദയത്തിന്റെ ആഗ്രഹം. ഞാനിങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവേ എനിക്ക് നരകത്തിൽ പോകാൻ ഇഷ്ടമില്ല, നരകത്തിൽ വലിയ ചൂടാണ്, അവിടെ ശക്തമേറിയ ജീവികളുണ്ട്, അവിടെ പോകാൻ എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് സ്വർഗത്തിൽ വരണം, എനിക്ക് നിന്റെ മടിയിൽ ഇരിക്കണം, എനിക്ക് അള്ളാഹുവിനോട് സംസാരിക്കണം. ഇത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അങ്ങനെ ഞാൻ അള്ളാഹുവിനോട് ഖുർആൻ അനുസരിച്ച് എന്റെ മാതാപിതാക്കളെ പഠിപ്പിച്ചതനുസരിച്ച് വളരെ സത്യത്തോടും വളരെ നിർമ്മലതയോടും വളരെ നിഷ്കളങ്കതയോടും കൂടി തന്നെ ജീവിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ജീവിക്കുന്ന കാലയളവിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്നെ തേടി വരുവാൻ എന്റെ ദൈവത്തിന് പ്രസാദം തോന്നി. രോഗത്താലല്ല ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്, മറ്റൊരാളിനോട് സുവിശേഷം പറഞ്ഞല്ല ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയത്. എന്റെ 14-ാമത്തെ വയസ്സിൽ എന്റെ യേശുവിനെ എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഒരു ബൈബിൾ പഠനം എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെയാണ് ഞാൻ എന്റെ യേശുവിനെ കുറിച്ച് പഠിക്കുവാൻ ഇടയായി തീർന്നത്. അതിനു മുമ്പ് അനവധി വിഷയങ്ങൾ എന്റെ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വന്നു. ഈ സ്വർഗത്തെയും നരകത്തെയും കുറിച്ചൊക്കെ ഞാൻ പഠിച്ച് അങ്ങനെ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുവേ ഇസ്ലാം ഉണ്ട്, ഈ ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ഇതിൽ ആരാണ് സ്വർഗത്തിൽ പോകുന്നത്? അള്ളാഹുവിന്റെ ഇഷ്ടം ചെയ്യാത്തവരെല്ലാം നരകത്തിൽ പോകും. അതുകൊണ്ട് അള്ളാഹുവേ ഈ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെല്ലാം നീ മുസ്ലിമിലേക്ക് കൂട്ടിവരുത്തണമേ, അവരെല്ലാം നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഞാൻ എന്റെ പിഞ്ചുസനത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വളരെ നാളുകൾ പ്രാർത്ഥിച്ചു മുൻപോട്ട് പോയി. ഒരു ഇസ്ലാമായി ജനിച്ച വ്യക്തിയെ എന്നെ കൂടുതൽ ഇതിലേക്ക് പ്രേരിപ്പിക്കുവാൻ ഇടയായി തീർന്നത്. ഒരു ഇസ്ലാമായി ജനിച്ച വ്യക്തി ഇമാമായി കബറടക്കി കഴിയുമ്പോൾ 7 ചുവട്ടടി എണ്ണി പുറകോട്ട് നടന്നു കഴിയുമ്പോൾ മലക്കുകൾ 2 വശത്തു നിന്നും ഈ കബറിനടുത്തേക്ക് വരും. കബറിനടുത്ത് വന്നിട്ട് നന്മ തിന്മ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് 2 ലേഖനങ്ങൾ ഈ കബറിനകത്ത് മരിച്ച് അടക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങളുടെ കയ്യിൽ കൊടുക്കും. അവർ ആ കബറിനകത്ത് എഴുന്നേറ്റിരിക്കും. 7 ചുവട്ടടി എണ്ണി പുറകോട്ട് നടക്കുമ്പോഴാണ് ഈ മരിച്ച വ്യക്തി എഴുന്നേറ്റ് കബറിൽ ഇരിക്കുന്ന സമയത്ത് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്തിരിക്കുന്ന നന്മയെ തിന്മയെ കുറിച്ചുള്ള ന്യായവിധി അവിടെ മുതൽ ആരംഭിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ പ്രമാണം വായിച്ച് എല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞിട്ട് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പാപമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു മുടിയെടുത്ത് 7 ആയിട്ട് കീറിയിട്ട് അതുകൊണ്ടൊരു പാലം വെക്കും. ആ പാലത്തിൽ കൂടി എന്നെ നടത്തും. ഞാൻ നന്മ ചെയ്തതാണെങ്കിൽ ഓടി അക്കരെ പോകും. അതായത് ഞാൻ തിന്മയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പതുക്കെ നടന്നിട്ട് ഞാൻ അതിന്റെ നടുക്കെത്തുമ്പോൾ താഴെ വീഴും. താഴെ നരകമാണ്. നരകത്തിൽ നിന്ന് ഒരിക്കലും ഒരാൾക്ക് സ്വർഗത്തിൽ പോകുവാൻ സാധ്യമല്ല. സ്വർഗത്തിൽ പോയ ഒരാൾക്ക് ഒരിക്കലും നരകത്തിൽ വരുവാനും സാധ്യമല്ല. നരകം ഒരിക്കലും അവസാനിക്കുന്നില്ല, സ്വർഗം ഒരിക്കലും അവസാനിക്കുന്നില്ല. അള്ളാഹു എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. അള്ളാഹുവിന് ഒരിക്കലും
പുത്രനില്ല. അല്ലാഹു എന്ന് പറയുന്നത് സ്തോത്രം അല്ലെ, കണ്ണില്ല, കാതില്ല, ചെവിയില്ല, മൂക്കില്ല, സ്പർശിക്കുന്നില്ല. അല്ലാഹു ഒരു ശക്തിയാണ്. ഉളവാകട്ടെന്ന് അല്ലാഹു നിരൂപിക്കുമ്പോൾ സകലത് ഉളവാകുന്നു, സമാപിക്കട്ടെന്ന് നിരൂപിക്കുമ്പോൾ സകലത് നിരാപിക്കാതെ സമാപിക്കുന്നു. ഇങ്ങനെയാണ് ഖുർആനിനകത്ത് അല്ലാഹുവിനെ കുറിച്ച് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. എങ്ങനെ ഇതെല്ലാം പഠിച്ച് ഞാൻ മുൻപോട്ട് പോയപ്പോൾ ഈ നരകത്തിന്റെ മരിച്ചു കഴിഞ്ഞ് ഈ ന്യായവിധിയെ കുറിച്ച് ഞാൻ അധികമായി ഭയപ്പെട്ടിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ മുൻപോട്ട് പോയി. ഞാൻ ഇങ്ങനെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, എനിക്കിതിന്റെ സത്യം അറിയണം. ഇസ്ലാം മാത്രമാണ് സത്യം, ഖുർആൻ എഴുതിയിരിക്കുന്നത് മാത്രമാണ് സത്യം. അതുകൊണ്ട് ഞാൻ ആരെ കണ്ടാലും എനിക്കറിയാവുന്ന ഖുർആൻ മറ്റുള്ളവരോട് പ്രസ്താവിക്കുക എന്നുള്ളത് എന്റെ തിടുക്കമായിരുന്നു. ഞാൻ എല്ലാവരോട് പറയും, നിങ്ങൾ ഇത് വിശ്വസിക്കണം, ഇതിലേക്ക് കടന്നു വരണം, ഇല്ല എങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് ഞാൻ മറ്റുള്ളവരോട് പ്രസ്താവിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, റംല, നീ പറയുന്നതൊക്കെ ശരിയാണ്. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടി അല്ലാതെ ആരും പിതാവിന്റെ അടുക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞ ആ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് ഇവൾ എന്നോട് പറയുവാനിടയായിത്തീർന്നു. ഇവളൊരു കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. എന്റെ ഈ തിടുക്കവും എന്റെ ഈ പരവേശമൊക്കെ കാണുമ്പോൾ ഇവർക്ക് പലപ്പോഴും എന്നോട് സുവിശേഷം പറയാൻ താല്പര്യമുണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇവൾ കുറച്ച് പുസ്തകങ്ങളും പുതിയ നിയമങ്ങളും ലഘുലേഖകളെല്ലാം എന്റെ കയ്യിൽ തരുവാനിടയായിത്തീർന്നു. ഞാനിതെല്ലാം ഇവരുടെ മുൻപിൽ വെച്ച് കത്തിച്ചു കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഖുർആനല്ലാതെ മറ്റൊരു മതഗ്രന്ഥം വായിക്കുവാൻ പാടില്ല, വായിച്ചാൽ നരകത്തിൽ പോകും എന്ന് അത് നിശ്ചയമായും ഞങ്ങൾ പഠിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളതൊക്കെ വായിക്കാൻ ഭയപ്പെട്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടുവാനിടയായിത്തീർന്നത്. ഇതെല്ലാം ഞാൻ കത്തിച്ചു കളഞ്ഞപ്പോൾ മുതൽ എന്റെ ജീവിതത്തിൽ എന്തോ അസ്വസ്ഥത വർദ്ധിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എന്റെ സമാധാനം നഷ്ടപ്പെട്ടതുപോലെ ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. എന്റെ വീട്ടിലെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ചെല്ലുവാനായിട്ട് ഒരുങ്ങുന്ന സമയത്താണ് ബൈബിൾ പഠനം എന്ന് പറഞ്ഞ പുസ്തകം എന്റെ വീടിന്റെ മിറ്റത്ത് കിടന്ന് എന്റെ കയ്യിൽ കിട്ടുവാനിടയായിത്തീർന്നത്. അത് ഇവാഞ്ചലികക്കാരുടെ പ്രവർത്തന മുഖാന്തരമാണ് അത് ഞങ്ങളുടെ വീട്ടിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ആ സമയങ്ങളിൽ അവരൊരു ക്യാമ്പ് നടത്തി സുവിശേഷ പ്രവർത്തനം നടത്തുന്ന കൂട്ടത്തിൽ മുസ്ലിങ്ങളുടെ വീടുകളിലൊന്നും കയറാതെ ഓരോ വീടിന്റെ മിറ്റത്തിട്ടേച്ച് ഇവര് പോകുമായിരുന്നു. എന്റെ ദൈവത്തിന്റെ സ്നേഹം എത്ര വിലയേറിയതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദൈവത്തെ സ്തുതിപ്പാതിരിക്കാൻ സാധ്യമല്ല. സ്തോത്രം. എന്റെ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് വേണ്ടി ഒരു പുസ്തകം അവിടെ വീഴുവാൻ തന്നോട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ എന്റെ കാലുകൊണ്ട് തട്ടിയിട്ട് മുൻപോട്ട് നടന്നു. എന്നോടാരോ സംസാരിക്കുന്ന ഞാനിതെടുത്ത് വായിക്കണമെന്ന്. ഏതായാലും തിരിച്ചു മറിച്ചു നോക്കി ഞാൻ ഈ പുസ്തകം വായിക്കുവാൻ തുടങ്ങി. യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ മരണം വരെയും ആ പുസ്തകത്തിൽ നിന്ന് വ്യക്തമായി എഴുതിയിരുന്നു. യേശു ക്രിസ്തുവിന്റേതായ ജനനം, മരണം, ക്രൂശീകരണം, അതിനുശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത എല്ലാം അതിനകത്ത് വരച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിഭാഗങ്ങളിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ വേഗത്തിൽ ഈ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ ഈ വിഷയമൊന്നും ഞാൻ സംസാരിച്ചില്ല. അന്ന് രാത്രി ഈ പുസ്തകം എടുത്ത് വായിച്ചിട്ട് ഞാൻ എന്റെ റൂമിനകത്ത് ഒളിച്ചു വെച്ചിട്ട് ഞാൻ വീണ്ടും ആ രാത്രി തന്നെ ഈ പുസ്തകം എടുത്ത് വായിച്ചു. സ്വർഗമാണ് അപ്പോൾ എന്റെ ലക്ഷ്യം. എനിക്ക് ആകെപ്പാടെ ഉള്ളത് സ്വർഗത്തിൽ പോകണം. ഇന്നും എന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം അതാണ്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചു. കർത്താവിന്റെ കരങ്ങളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായിരുന്നു. അതിനുശേഷം ഇതൊക്കെ വായിച്ച് അങ്ങനെ ഞാൻ രാത്രികാലം ഏകദേശം 1 മണിയായപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യമെങ്കിൽ, ഈ ദൈവം ജീവനുള്ള ദൈവമെങ്കിൽ ഇന്ന് രാത്രികാലം എന്നോട് ഇടപെട്ടാൽ ആ ദൈവത്തെ കൊണ്ട് അസാധ്യമായതല്ലോ എന്റെ മുൻപിൽ വെളിപ്പെടുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഈ കൂട്ടുകാരി എന്നോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, റംല, നീ പറയുന്ന ഈസാ നബി ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ പാപത്തിന് മോചനമില്ല. അതുകൊണ്ട് നമ്മളെല്ലാം പാപികളാണ്. ഈസാ നബിയിൽ നീ വിശ്വസിക്കണം എന്നോട് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, ദൈവത്തിന് പുത്രനുണ്ടോ? ഒരിക്കലും അല്ലാഹുവിന് പുത്രനില്ല. അല്ലാഹുവിന് പ്രവാചകന്മാരാണുള്ളത്. ഈസാ നബിയെ കൊണ്ട് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യിച്ചതായി ഖുർആനിനകത്ത് കാണുന്നുണ്ട്. ഇബ്ലീസിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുവാൻ അധികാരം കൊടുത്തിരിക്കുന്നത് ഈസാ നബിക്കാണ്. ഈസാ നബിക്ക് മാത്രമേ സകലത്തിനുള്ള അധികാരം അല്ലാഹു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അവൻ പുത്രനല്ല, അവൻ പ്രവാചകനാണ്. അവനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന് ശക്തിയില്ല. അവൻ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. അവന് വേണ്ടി ഒരു യഹൂദൻ ക്രൂശിക്കപ്പെട്ടു എന്ന് വ്യക്തമായി ഖുർആനിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രൂശീകരണം മാത്രം നീ എന്നോട് പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ വളരെയധികം ഇവളോട് തർക്കിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തു എന്റെ റൂമിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, മകളെ, നീ അന്വേഷിക്കുന്ന ക്രിസ്തു ഞാൻ തന്നെ, ഞാൻ ജീവനുള്ള ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നതാണ് ക്രൂശീകരണം. ഞങ്ങൾക്കത് വിശ്വസിക്കുവാൻ സാധ്യമല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഒരു അത്ഭുത പ്രകാശത്തോടു കൂടി കർത്താവിന്റെ ക്രൂശീകരണം എന്റെ മുൻപിൽ വെളിപ്പെടുത്തി തരുവാൻ എന്റെ ദൈവത്തിന് പ്രസാദം തോന്നി. സ്തോത്രം. കർത്താവിന്റെ കൈകൾ തുളയ്ക്കുന്നു, കാലുകൾ തുളയ്ക്കുന്നു, വിലാപ്പുറത്ത് കുത്തുകൊള്ളുന്നു, മുൾക്കിരീടം ധരിക്കുന്നു, ചാട്ടവാർന്ന അടിയേൽക്കുന്നു, ഓരോ രോമവും പിഴുതെടുക്കുന്നു, എന്റെ തേജസ്സേറി എന്റെ പ്രാണപ്രിയന്റെ മുഖത്ത് യൂതന്മാർ കാർക്കിച്ചു തുപ്പുന്നു. ഇതെല്ലാം എനിക്ക് കാണിച്ചു തന്നതിന് ശേഷം എന്റെ കർത്താവിനോട് ചോദിച്ചു, ഓരോ രോമം പിഴുതെടുക്കുന്നു. ഇതെല്ലാം കാണിച്ചു തന്നിട്ട് എന്റെ യേശുവിനോട് ചോദിച്ചു, മോളെ, ഞാൻ ഇതെല്ലാം നിനക്ക് വേണ്ടി സഹിച്ചു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്റെ
യേശുവിനോട് പറഞ്ഞു, യേശുവെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി അങ്ങ് ജീവിക്കാം. ഇത്രത്തോളം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ അങ്ങനെ സമർപ്പിച്ചത്. എങ്ങനെയെങ്കിലും ഈ ശബ്ദം അങ്ങ് നിൽക്കണം, ഈ ദർശനം അങ്ങ് മാറണം, അതിനുവേണ്ടിയാണ് ഞാനത് പറയുവാനിടയായിട്ടത്. പക്ഷേ ഞാനിങ്ങനെ സമർപ്പിക്കുകയും പെട്ടെന്ന് ഈ ക്രൂശീകരണം എന്റെ മുൻപിൽ നിന്ന് മാറുകയും ചെയ്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ ഈ വിഷയം പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും എനിക്ക് ജിന്ന് ബാധിച്ചതാണ്, എന്നെ ജിന്നിനെ ഒഴിപ്പിക്കുവാൻ വേണ്ടി ശക്തി കൂടിയ പള്ളിയിലേക്ക് എന്നെ കൊണ്ടുപോകും. എന്നാൽ ഞാൻ ഈ വിഷയം ഞാൻ അന്വേഷിച്ച സത്യം എനിക്ക് വെളിപ്പെട്ട് കിട്ടിയെന്ന് വ്യക്തമായുള്ള ബോധ്യം അന്ന് രാത്രി എന്റെ യേശുവിന്റെ ഹൃദയത്തിൽ തന്നു. പിറ്റേ ദിവസം രാത്രി കർത്താവിന്റെ അടുക്കൽ വന്നിട്ട്, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കണ്ണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ മറക്കുകയില്ല. നീ എനിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുക, നീ ഈ ലോകത്തിന്റെ നിന്നാപാത്രമായി തീരുക, എന്നാൽ നിന്നെ എന്റെ കരങ്ങളിൽ എന്റെ മാനപാത്രമായി ഉപയോഗിക്കുമെന്നുള്ള ദൈവശബ്ദം എന്റെ കാതിൽ കേട്ടു. 5 ദിവസക്കാലം തുടർച്ചയായി ദൈവം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. 5ാമത്തെ ദിവസം ദൈവം എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ ഈ വീട് വിട്ട് പുറപ്പെടുക, 5 രൂപയും ഒരു പാവാടയും ബ്ലൗസും കൊണ്ട് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുക എന്ന് ദൈവം എന്നോട് സംസാരിച്ചു. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, യേശുവെ നിന്നെ വിശ്വസിച്ചത് ഇപ്പൊ കുഴപ്പമായോ? എന്റെ വാപ്പായെ കാണാൻ ഞാൻ എങ്ങനെ താമസിക്കും? എന്റെ വീട് വിടാൻ പറയുന്നു, എന്റെ ഉമ്മായെ കാണാൻ ഞാൻ താമസിക്കാം, എന്റെ 5 സഹോദരികളെയും കാണാൻ ഞാൻ താമസിക്കാം, എന്ത് വേണമെങ്കിലും നീ കഷ്ടം സഹിക്കാം, പക്ഷെ എന്റെ വാപ്പായെ കാണാതെ താമസിക്കുന്ന കാര്യം നീ എന്നോട് പറയരുത്. എന്റെ വാപ്പായെ പിരിഞ്ഞ് ഞാൻ ഒരു ദിവസം പോലും താമസിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ എന്റെ യേശു എന്നോട് പറഞ്ഞു, 5ാമത്തെ ദിവസം പ്രഭാതത്തിൽ അടുത്തു വന്നിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, എന്റെ നാമനിമിത്തം നീ എന്തു വിടുന്നു, അത് ഈ ലോകത്തിൽ കഷ്ടതയോടുകൂടി 100 മടങ്ങ് ഞാൻ നിനക്ക് തരും. എന്റെ നാമനിമിത്തം നീ ഇതെല്ലാം വിട്ടേ മതിയാകും, ഇറങ്ങി പുറപ്പെടുക, നീ ലോകത്തിന്റെ നിന്നാപാത്രമായി തീരുക എന്നോട് സംസാരിച്ചു. നിങ്ങളൊന്ന് ചിന്തിക്കണം, അന്ന് എനിക്ക് 14 വയസ്സ് പ്രായമേ ഉള്ളൂ. 14 വയസ്സ് കഴിഞ്ഞ് 15ാമത്തെ വയസ്സിൽ ഞാൻ നടക്കുന്ന സമയമാണ്. മുകളിലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി. ലോകവുമായിട്ട് യാതൊരു പരിചയവുമില്ല, സമൂഹമായിട്ട് ഇടപഴകിയിട്ടില്ല. ആകപ്പാടെ വീട്ടിനകത്ത് ഒരുങ്ങിയുള്ള ജീവിതം, വീട്ടിൽ നിൽക്കുന്ന വേലക്കാരോട് പോലും സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ. അങ്ങനെ വളരെ ഭക്തിയോടുകൂടി നടത്തുകയാണ്. എന്റെ അടുത്താണ് ദൈവം വന്നിട്ട് പറയുന്നത്, നീ ഇറങ്ങി പുറപ്പെടുക. എങ്ങനെ പോകും കർത്താവേ എന്ന് ഞാൻ ചോദിച്ചു. ദൈവം എന്നോട് കാണിച്ചു തന്ന ദർശനം അനുസരിച്ച്, ദൈവശബ്ദം അനുസരിച്ച് എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അനുസരിച്ച് ഞാൻ എന്റെ കൂട്ടുകാരിയെ സമീപിച്ചിട്ട് ഞാൻ കൂട്ടുകാരിയോട് പറഞ്ഞു, എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം, അതിനൊരു മാർഗം നീ എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അവളും എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിയെന്ന് നിന്റെ വീട്ടുകാർ അറിഞ്ഞാൽ എന്നെ കൊല്ലും, അതുകൊണ്ട് നീ ആരോടും പറയത്തില്ലെങ്കിൽ ഞാൻ അതിന് വഴി കാണിച്ചു തരാമെന്ന് ഇവളോട് സംസാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അമ്മ വ്യക്തമായ ഒരു ദർശനം എനിക്ക് തന്നു. തിരുവനന്തപുരം പട്ടണത്തിൽ നിന്ന് ചെങ്ങന്നൂരിന്റെ പ്രദേശത്ത്, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ പഠിപ്പിക്കുന്ന സുവോളജി പ്രൊഫസർ ശ്യാമൽ ജോസഫ് സാറിന്റെ വീട്, കർത്താവിന് അഡ്രസ് തെറ്റിയില്ല, അവിടേക്ക് കടന്നു ചെല്ലുവാൻ എന്നോട് സംസാരിച്ചു. എന്റെ കൂട്ടുകാരിയുമായിട്ട് ഞാൻ അവിടേക്ക് കടന്നു വന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ വേദപുസ്തകത്തിൽ അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഭക്തനായ ഒരു കൊർന്നലിയോസാണ് അദ്ദേഹം. ദൈവകൃപയാൽ അവിടെ ഞാൻ കടന്നു വന്നു. അവരുടേതായ ജീവിതമൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ അമ്മമ്മയുടെയൊക്കെ സഹകരണം എന്നെ വളരെ ചലഞ്ച് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. മാത്രമല്ല അവിടെ ഞാൻ കടന്നു വന്നപ്പോൾ അവർ എന്നോട് ഒരാഴ്ചത്തെ കാലാവധിയാണ് പറഞ്ഞത്. കൃപയാൽ ഇന്നും ഞാൻ ഇവിടെ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ അവരുടെ വീട്ടിൽ നിന്നാണ് ഇവിടേക്ക് വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നത്. സ്വത്രം. 1980 മാർച്ച് മാസം 13-ാം തീയതി എങ്ങോട്ടൊന്നില്ല എന്തെന്നില്ല 5 രൂപയും ഒരു പാവാടയും ബ്ലൗസും കൊണ്ട് എന്റെ പ്രാണപ്രിയന്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് ഇറങ്ങി പുറപ്പെടുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഞാൻ അവിടെ കടന്നു വന്നു. ഞാൻ അവിടെ താമസിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ എന്റെ വാപ്പ കടന്നു വന്ന് കണ്ടുപിടിച്ചു. അവിടെ മുതൽ പ്രശ്നം ആരംഭിച്ചു. എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. എന്നോടൊരു സ്നേഹിതരെ പോലെ എന്റെ പിതാവിനോട് സംസാരിക്കും. എന്റെ ഒരു ഏറ്റവും ഞാൻ സ്നേഹിച്ചിരുന്ന എന്റെ വാപ്പയെ പോലെ എന്റെ യേശുവിനോട് സംസാരിക്കും. രാത്രി മുഴുവൻ അടുത്ത് വന്ന് എന്നെ മാറിൽ വഹിക്കും. പ്രഭാതമാകുമ്പോൾ അവനെ ഭൂമിയിലാക്കിയിട്ട് അവൻ കടന്നു പോകുന്ന അവസ്ഥയായിരുന്നു ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവസാനം 6 മാസം കഴിഞ്ഞപ്പോൾ അതേ പരിശോധനയുടെ തീച്ചൂളയിലേക്ക് അവനെ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം അത് ഞാൻ ഇടയ്ക്ക് കയറി പറയുകയാണ്. തീച്ചൂള എന്ന കട്ടള എന്റെ മുൻപിൽ ഉള്ളത് കൊണ്ടാണ് കൃപയാൽ ഈ 20 വർഷക്കാലം എന്റെ പ്രാണപ്രിയന്റെ മുഖത്ത് നോക്കി ഓടുവാൻ ദൈവം എന്നെ സഹായിച്ചത്. ഒരു നിമിഷം പോലും ഞാൻ ഓടിയിട്ടില്ല. എന്റെ പ്രിയൻ മുൻപിൽ ഓടും, എന്റെ കൈക്ക് പിടിക്കും, ഞാൻ അവന്റെ പുറകെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പ്രിയനോ അവൻ 10,000 ശ്രേഷ്ഠൻ, അവൻ വെണ്മയിൽ ചുവപ്പുള്ളവൻ, അവനെ എത്ര തുതിച്ചാലും മതിവരികയില്ല. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഞാൻ മാറെ അന്ന് ഞാൻ കൂട്ടായ്മയ്ക്ക് ചെങ്ങന്നൂർ തിട്ടമേ മർത്തോമ പള്ളിയിലാണ്. അവിടുത്തേതായ മാതൃകപരമായ കൂട്ടായ്മ എനിക്ക് വളരെ സന്തോഷം തരുവാനിടയായിരുന്നു. ഡാനിയൽ എന്ന് പറഞ്ഞൊരു അച്ഛനായിരുന്നു അന്ന് അവിടെ ഇരുന്നത്. അദ്ദേഹത്തിന്റെ സഹകരണവും അദ്ദേഹത്തിന്റെ വേദോപദേശവും എനിക്ക് വളരെ മാതൃകയായി തീരുവാനിടയായി. ഞാൻ വിചാരിച്ചു ഇത് തന്നെ ക്രിസ്ത്യൻ ജീവിതം എത്ര നല്ലതാണ് എന്ന് വിചാരിച്ച് വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിതാവ് കടന്നു വന്നത്. എന്നോട് ചോദിച്ച് എന്തിന് നീ വീട് വിട്ടു? കാര്യങ്ങളെല്ലാം ഞാൻ വാപ്പായോട് പറഞ്ഞു. വാപ്പ എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം. അതിന് വാപ്പ എന്നോട് പറഞ്ഞു, നമ്മുടെ മതം അതിന് അനുവദിക്കുന്നില്ല.
കൊന്നില്ല, നിന്നെ കൊന്നെങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. നീ എന്ത് പോഷത്വമാണ് ഈ കാണിച്ചത് എന്ന് ചോദിച്ച എന്റെ വാപ്പ എന്നെ ഉപദ്രവിക്കുവാനിടയായിത്തീർന്നു. കൃപയാൽ അന്ന് എന്റെ വാപ്പ വന്നപ്പോൾ ആ വീട്ടിൽ ആരുമില്ലായിരുന്നു. പ്രഭാതമായി ഞാൻ വാപ്പയോട് പറഞ്ഞു, വാപ്പ പ്രഭാതത്തിൽ ഞാൻ നമ്മുടെ വീട്ടിൽ വന്നേക്കാം, വാപ്പ ഇന്ന് പോയിക്കാട്ടെ, ഞാൻ നാളെ അങ്ങ് എത്തിക്കൊള്ളാം, എന്നിൽ വന്ന പരാജയങ്ങൾ വാപ്പ ക്ഷമിക്കണം. പക്ഷെ യേശുവിനെ ഞാൻ തള്ളി പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ പോകുന്നതിനെ പറ്റി പറഞ്ഞു. യേശുവിനെ എന്റെ രക്ഷിതാവായി ഞാൻ സ്വീകരിച്ചു. എന്നാൽ വാപ്പ എങ്ങനെയെങ്കിലും ആ സമയത്തോട് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാണ് ഞാനത് പറഞ്ഞത്. പിറ്റേ ദിവസം രാത്രികാലം തന്നെ ആ അമ്മാമയും സാറ് വീട്ടിൽ വന്ന രാത്രി തന്നെ വന്നിട്ട് സാറിന്റെ ഒരു പെങ്ങളെ വിളിച്ച്, കോട്ടയത്തുള്ള പെങ്ങളെ വിളിച്ച് പറഞ്ഞു, എന്നെ കോട്ടയത്തേക്ക് മാറ്റുവാനിടയായി. വടവാതൂര് സ്തോത്രം ഞാൻ താമസിക്കുവാനിടയായിത്തീർന്നു. അന്ന് ഞാൻ അവിടെ ചെന്നതിന് ശേഷം എനിക്ക് ബന്ധക്കോസുകാരായിരുന്നു അവര്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ബന്ധക്കോസ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ ബന്ധക്കോസി മാത്രം വിടരുത്. ഒന്നുകിൽ ഞാൻ ഇവാഞ്ചലിക്കൽ സഭ അല്ലെങ്കിൽ മാർത്തോമ സഭ, ഇതിൽ രണ്ടിലേതിലെങ്കിലും നിന്ന് ഞാൻ ദൈവത്തെ സ്തുതിച്ചോളാം. ബന്ധക്കോസുകാരൻ ഞാൻ രണ്ട് കാര്യം വെറുക്കുന്നു. ഒന്നവരുടെ അന്യഭാഷ, രണ്ടവരുടെ ആവരണം പോലെയുള്ള ജീവിതം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെക്കാൾ കൂടുതൽ അന്യഭാഷ പറയുവാൻ ദൈവം ഭാഗ്യം തന്നു. നന്ദിയോടെ സ്തോത്രം. ഏത് വിടുതലില്ലാത്ത വിഷയത്തിന്റെ മുന്നിൽ ആത്മാവിൽ ആരാധിച്ച് ബന്ധനങ്ങൾ അഴിയുമ്പോൾ വിടുതൽ പ്രാപിക്കാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം, സ്തോത്രം. അങ്ങനെ ഞാൻ ദൈവത്തോട് 2.5 വർഷക്കാലം വാദിച്ചു, ദൈവം നീ ബന്ധക്കോസി വിടല്ലേ, എന്നെ ബന്ധക്കോസി വിടല്ലേ, ഞാൻ മർത്തമായി പൊക്കോളാം, ഞാൻ ഇവാഞ്ചലിക്ക് പൊക്കോളാം, ഞാൻ ഇവിടെ നിന്ന് നിന്റെ സാക്ഷി ആയിക്കൊള്ളാം, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചോളാം, നിനക്ക് വേണ്ടി കഷ്ടം സഹിക്കാം. പക്ഷെ ഒരു മാല, ഒരു മോതിരം, 2 വള, ചെറിയ 2 കമ്മല് ഇതെനിക്ക് ആവശ്യമാണ്. നീ എന്നെ മറ്റ് ബന്ധക്കോസുകാരെ വിടരുത് എന്ന് ഞാൻ ദൈവത്തോട് വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവം 2.5 വർഷക്കാലം പ്രാർത്ഥന ശക്തമായി കേട്ടു. 2.5 വർഷമായപ്പോൾ വീണ്ടും അവനെ തീച്ചുളയിലിടുവാൻ തോന്നി. സ്തോത്രം. അങ്ങനെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. 1982 ജൂൺ 23-ാം തീയതി ദൈവശബ്ദത്തിന്റെ കാതിൽ കേൾക്കുന്നു, മകളെ വെള്ളത്തിനാൽ സ്നാനമേൽക്കാതെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിറയാതെ നീ എന്റെ സന്നിധി നിൽക്കുകയില്ല, നിന്നെ എന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരിക. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനൊരു ക്രിസ്ത്യാനി അല്ലല്ലോ, ഞാനൊരു മുസ്ലിം അല്ലേ, ക്രിസ്ത്യാനി ആകാൻ വേണ്ടി ദൈവം ഇത് പറയുകയായിരിക്കും, ഏതായാലും സ്നാനപ്പെട്ടേക്കാം. ആ ശബ്ദം കേട്ട രാത്രി തന്നെ എഴുന്നേറ്റ് മുട്ടുമടക്കിയിട്ട് കട്ടിലിൽ കമന്ന് കിടന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാം, പക്ഷെ ഞാൻ ആവരണം ഇടും. സ്തോത്രം എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അതിന് നീ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. ദൈവം ഒന്നും മിണ്ടിയില്ല. സ്തോത്രം. ഞാൻ തന്റെ കൗശലത്തിൽ പിടിക്കുന്ന ദൈവമാണ് എന്റെ ദൈവമെന്ന് എന്റെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇടും, ഞാൻ പോയിട്ട് വന്ന് ഞാൻ ആഭരണം ഇടും, സ്നാനപ്പെടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ 82 ജൂൺ 23-ാം തീയതി കഴിഞ്ഞ 24-ാം തീയതി രാവിലെ അപ്പച്ചനെ വിളിച്ചു പറഞ്ഞു, അപ്പച്ച എനിക്ക് സ്നാനപ്പെടണമെന്ന്. അപ്പച്ചൻ എന്നോട് ചോദിച്ചു, മോളെ നീ ഇപ്പൊ സ്നാനപ്പെട്ടാൽ നിൽക്കുമോ? വളരെ പ്രതികൂലത്തിൽ നീ നിൽക്കുകയല്ലേ, വളരെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ, അതുകൊണ്ട് ഇപ്പോൾ നീ സ്നാനപ്പെട്ടാ നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പച്ചനോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഓക്കെ, നിന്നെ സ്നാനപ്പെടുത്തിയേക്കാം, അടുത്ത ദിവസം നീ വാ, ഇവിടെ നാളെ മുതൽ അപ്പച്ചന്റെ ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ വന്ന് നീ സംബന്ധിച്ചതിന് ശേഷം നിന്നെ ഞാൻ സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു. ഞാൻ അപ്പച്ചനോട് ഇങ്ങനെ പറഞ്ഞു, എന്നെ അപ്പച്ചനല്ലാതെ വേറെയാണ് സ്നാനപ്പെടുത്തരുത്, അതുകൊണ്ട് ഞാൻ അപ്പച്ചനെ ക്ലാസ്സിൽ സംബന്ധിക്കാമെന്ന് പറഞ്ഞു. എന്റെ ഈ ടീച്ചറിയൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. ഭക്തനായ ഒരു മനുഷ്യനായിട്ട് ഇന്ന് ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും 3 മാതൃകാ പുരുഷന്മാർ എന്റെ മുൻപിൽ ഇന്നും നിൽപ്പുണ്ട്. ഒന്ന് അപ്പച്ചൻ, രണ്ടാമത് പി.എം. സാറ്, അടുത്ത് എന്റെ മുൻപിൽ നിൽക്കുന്നത് ടി.എം. വർഗീസ് സാർ. ഇവര് 3 പേരുമാണ് എന്റെ കഷ്ടതയിൽ എന്നെ താങ്ങി എന്നെ ആശ്വസിപ്പിച്ച് അവരുടെ വചനമാണ് എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ നിലനിർത്തുവാനിടയായിത്തീർന്നത്. എന്റെ വാപ്പ എന്നെ കൊല്ലുവാൻ വേണ്ടി കഴുത്തിന് കത്തിവെച്ച സമയത്ത് ബിൽഖുഷേഖ് എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യമാണ് എന്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനിടയായിത്തീർന്നത്. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. 82 ജൂൺ 27-ാം തീയതി ജൂൺ 27-ാം തീയതി കോട്ടയത്തുള്ള ആ ശാലീൻ ബൈബിൾ കോളേജിനകത്തെ ടാങ്കിനകത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നെ സ്നാനപ്പെടുത്തി ഞാൻ ടാങ്കിന്റെ കരയിൽ കയറി നിൽക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കുന്നു, നാളെ 3 മണിക്ക് നിന്റെ നേരെ വാൾ വീഴുമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ദൈവമേ, മഹത്വമായി ആയിരുന്നപ്പോ അടി കൊണ്ടാ മതിയായിരുന്നു, ഇടി കൊണ്ടാ മതിയായിരുന്നു, ഇപ്പൊ ബന്ധക്കോസ്തി വന്നപ്പോ നീ വാളിനും കൂടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണോ, എന്താണ് ദൈവമേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ് ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം വീണ്ടും എന്നോട് സംസാരിക്കും. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൂട്ടിക്കൊണ്ടത് ഞാൻ അവളോട് കൃത്യമായി സംസാരിക്കും. പ്രത്യാശയുടെ വാതിലായ താഴ്വരകളും മുന്തിരി തോട്ടങ്ങളും ഞാൻ അവൾക്ക് വേണ്ടി നൽകും എന്ന് ദൈവനോട് സംസാരിച്ചു. ഉടനെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. വീട്ടിൽ വന്ന് ആവരണം വിടുവാനുള്ള തിടുക്കത്തോടെ കർത്തൃമേശയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ആവരണം വിടുവാൻ വേണ്ടി ബാഗ് കരങ്ങളിൽ എടുക്കുമ്പോൾ ദൈവശബ്ദം ഇങ്ങനെ ഞാൻ വിളിച്ചു പറയുന്നു, ശ്രദ്ധിച്ചത് വച്ചിട്ട് നാളെ കുളിച്ചിട്ട് ചെവി കിടന്നുള്ള ഭംഗി എന്നുള്ള പഴഞ്ചൊല്ല് അവർക്ക് സംഭവിച്ചു എന്ന് ഞാനിങ്ങനെ വിളിച്ചു പറയുക. അപ്പോൾ അവിടെ നിന്ന് അമ്മച്ചി അടുക്കളയിൽ നിന്നോട് അമ്മച്ചിയോട് ചോദിച്ചു, മോളെ നീ ആവരണം ഇടാൻ തീരുമാനിച്ചിട്ടുണ്ടോ? ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഞാൻ ഇടത്തില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല, ഇടും, ഞാൻ ഇടാൻ പോകുകയാന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചിയോട് പറഞ്ഞു, മോളെ നീ വേദപുസ്തകത്തിലെ വാക്യമായി വിളിച്ചു പറയുന്നത്. എനിക്ക് അമ്മച്ചോട് ദേഷ്യം തോന്നി. അല്ലെങ്കിൽ ഈ വേദപുസ്തകം ബന്ധുക്കോസുകാർക്ക് എന്തോ പറഞ്ഞാലും വാക്യം എന്താണ് അങ്ങനെ എന്ന് ചോദിച്ച അമ്മച്ചോടുള്ള ദേഷ്യം കൊണ്ട് ഞാനിങ്ങനെ മിണ്ടാ
അവിടെ നിന്നു. കുറച്ച് വേദപുസ്തകം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടി. ഞാൻ വേദപുസ്തകത്തിന് വേണ്ടിയില്ല ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ട് എനിക്ക് അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ ക്രിസ്ത്യ ജീവിതം വ്യർത്ഥമാണ്. അങ്ങനെ ഒരു വാക്യമുണ്ടെങ്കിൽ അതെന്നോട് ഇടപെടണമെന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നു. ബൈബിൾ തുറന്നപ്പോൾ 2 പത്രോസ് 2-ാം അധ്യായം 22-ാം വാക്യം, സ്വന്തം ചെറുതിലേക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെറിയ കിടന്നുണ്ട് പന്നി എന്നുമുള്ള പഴഞ്ചൽ അവർക്ക് സംഭവിച്ചു. വീണ്ടും ഞാൻ വേദപുസ്തകം അടച്ചു വെച്ചിട്ട് ഒരിക്കൽ കൂടി ഞാൻ തുറന്നു. നടുക്കൊന്നും പന്നി എന്നൊന്നും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ തുറക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു. നടുഭാഗം ഒന്നുകൂടെ ഞാൻ തുറന്നു കഴിഞ്ഞപ്പോൾ സദൃശ്യവാക്യം 11:26 ഇങ്ങനെയാണ് എന്നോട് ഇടപെട്ടത്. 26:11 ഇങ്ങനെ ഇടപെട്ടു. മൂടന്റെ മോക്ഷത്തെ ആവർത്തിക്കുന്നതും നായിട്ട് അറിയിലേക്ക് തിരിയുന്നതും ഒരുപോലെ. ഈ 2 വാക്യം എന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തുവാനിടയായി. ഖുർആനിൽ ഏറ്റവും വെറുക്കപ്പെട്ട 2 ജീവികളാണ് പട്ടിയും പന്നിയും. ഇതിനെ വളർത്തുവാൻ വ്യവസ്ഥയില്ല, കൊന്നു തിന്നുവാൻ വ്യവസ്ഥയില്ല. അത് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു, അള്ളാഹുവിന്റെ വാക്ക് ലംഘിച്ചതാണ് ഈ 2 മൃഗത്തെ കുറിച്ച്. അതുകൊണ്ട് അതിനെ ഉപമിച്ച് ദൈവം എന്നെ വിളിച്ചപ്പോൾ എന്നെ സമർപ്പിച്ചു കൊടുത്തു. സ്വന്തം ഞാൻ ഇനി അത് ഇടുകയില്ല. കൃപയാൽ 82 ജൂൺ 27-ാം തീയതി ഉപേക്ഷിച്ചു. അതിനുശേഷം ഇന്നുവരെ എന്റെ ശരീരത്തിൽ ധരിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി വളരെ ശക്തമായി എതിർക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപയാൽ ഇത്രത്തോളം കൊണ്ടുവന്നു. സ്വന്തം അതിനുശേഷം ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന അതിന് പിറ്റേ ദിവസം 3 മണിയായപ്പോൾ കടാരയുമായി കാർപോർച്ച് നിൽക്കുന്ന എന്റെ വാപ്പായെ ഞാൻ കണ്ടത്. വാപ്പ എന്റെ മുടിക്കുത്തിന് ചുറ്റിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് വെച്ചെന്നെ ഇടിച്ചു. കാലുകൊണ്ട് എന്നെ തവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചഴച്ചു. മുടിയിൽ പിടിച്ച് വലിച്ചഴഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തിനു വേണ്ടി വീട് വിട്ടു? ഞാൻ സംഗതിയെല്ലാം തുറന്നു പറഞ്ഞു. വാപ്പ ഞാനൊരു സത്യം മനസ്സിലാക്കി, ആ സത്യം എന്നെ സ്വതന്ത്രയാക്കി. അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി ഇനി ജീവിച്ചു. ഇനി ഈ സത്യം ഉപേക്ഷിച്ച് പുറകോട്ട് വരുന്നൊരു പദ്ധതി എനിക്കില്ലേ ഇല്ല. ഞാൻ ഇതിനു വേണ്ടി ജീവിക്കും, ഇതിനു വേണ്ടി മരിക്കും. ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്നെ ചില ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ വാപ്പായെ ഈ കത്തിയും അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് വരാം, അതിലിപ്പുറം എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത് എന്ന് ഞാൻ വാപ്പാട് പറഞ്ഞു. വാപ്പ ഇത് കേട്ടപ്പോൾ ക്ഷുഭിതനായി എന്നെ വലിച്ചഴച്ച് അടിച്ചവസരയാക്കി ഒരു പന്ത് തട്ടുന്നത് പോലെ തട്ടിയിട്ട് എന്റെ വാപ്പയോട് ചോദിച്ചു, നസ്രാണികൾ നിനക്ക് എത്ര ലക്ഷം തന്ന് നിന്റെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തു? ഞാൻ പറഞ്ഞു, വാപ്പ നസ്രാണികൾ എനിക്ക് ഒന്നും തന്നിട്ടില്ല, നസ്രായൻ തരുന്നതിന് കണക്കില്ലെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നസ്രായന്റെ കൃപയാ ഇവിടം വരെ എത്തുവാൻ സൗഭാഗ്യം തന്നു. അതിനുശേഷം ഈ ഞാനത് പറയാൻ കാരണം അതേ പഞ്ചഗ്രന്ഥങ്ങൾ 5 ഖുർആനിനകത്തുണ്ട്. സ്തോത്രം. തൗറാത്ത്, സബൂർ, ഇത് പഴയ നിയമവും സങ്കീർത്തനവും ഇന്ന് ഖുർആനിലുണ്ട്. ഇഞ്ചിയിൽ മാത്രം ഇന്ന് ഭൂമിയിലില്ല. ഇഞ്ചിയിൽ എന്ന് പറയുന്നത് പുതിയ നിയമമാണ്. ഇഞ്ചിയിൽ അതെ ഈസാ നബി കൊണ്ടുപോയിരിക്കുകയാണ്. ഈസാ നബി മടങ്ങി വരുമ്പോൾ ഇഞ്ചിയിൽ കൊണ്ടുവരും എന്നാണ് ഇന്നും ഖുർആൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഴയ നിയമവും സങ്കീർത്തനം പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ട് അതിന്റെ കാര്യങ്ങൾ ഞാൻ എന്റെ വാപ്പായോട് പറഞ്ഞു. അവിടുന്ന് വീണ്ടും വാപ്പ എന്നെ ഒത്തിരി ഉപദ്രവിച്ചതിന് ശേഷം എന്നെ അവിടെ നിന്ന് വിട്ടു. അപ്പോഴേക്കും വീട്ടുകാർ കടന്നു വന്നു. എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുവാനിടേ ഞാനൊരു അവസരയായി എന്റെ വാപ്പ കുത്തുവാൻ വേണ്ടി കടാരയെടുത്ത് വലിച്ചൂരി എന്റെ കഴുത്തിന് വെക്കുകയും കടാര തെറിച്ച് കത്തി താഴെ പോവുകയും കൈ തളർന്ന് കത്തി തെറിച്ചു പോവുകയും ചെയ്യുവാനിടയായിത്തീർന്നു. എന്റെ വാപ്പ ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്നെ കൊന്നാ മതി സ്വർഗത്തിൽ പോകാൻ, മറ്റൊരു പുണ്യപ്രവൃത്തി ചെയ്യേണ്ട. നിന്നെ വെട്ടി കഷ്ണം കഷ്ണമായി ആറ്റിക്കൂടെ ഒഴുകിയ ശേഷം ഞാൻ മരിക്കുള്ളൂ. ഇപ്പോൾ നിന്നെ കൊന്നു കഴിഞ്ഞാൽ നിന്റെ മയ്യത്തിൽ തൊടുവാൻ എനിക്ക് വ്യവസ്ഥയില്ല. ഞങ്ങൾ അത് ഹറാമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിന്നെ കൊല്ലുന്നില്ല. ആര് നിന്നെ കുഴിച്ചിടും? നസ്രാണികൾ നിനക്കൊരു ഭാവി തരത്തില്ല, നസ്രാണികൾ നിന്നെ കുഴിച്ചിടത്തില്ല എന്ന് പറഞ്ഞ് വാപ്പ വീണ്ടും എന്നെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് വാപ്പനോട് പറഞ്ഞു, വഴിയോ പോകുന്ന നായ്ക്കൾ നിന്റെ മാംസം തിന്നും, പറന്നു പോകുന്ന കാക്ക നിന്റെ കണ്ടു കൊത്തി പറയിക്കും, നിന്നെ ആരും കുഴിച്ചിടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ നിന്റെ വാപ്പായോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, വാപ്പ ഇന്ന് ഞാൻ ഇവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ എനിക്ക് ദുഃഖമില്ല. എന്റെ ജനം ഇവിടെ കിടന്ന് ചീഞ്ഞു നാറും. മുനിസിപ്പാലിറ്റിക്കാരുടെ തോണ്ടിയുമായിട്ട് കടന്നു വന്നിട്ട് ആ തോണ്ടി കൊണ്ട് തോണ്ടിയെടുത്ത് അത് കുപ്പക്കുത്തിലേക്ക് എറിയും. പക്ഷേ എന്റെ പ്രാണൻ എത്തേണ്ടിടത്ത് എത്തും. ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്ന എന്റെ യേശുവിന്റെ അടുക്കൽ ചെല്ലും. അതാണ് എന്റെ പ്രത്യാശ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വീണ്ടും വാപ്പായ്ക്ക് അങ്ങ് ദേഷ്യം തോന്നി. വീണ്ടും വാപ്പ എന്നെ ഉപദ്രവിച്ചു. വളരെയധികം പീഡനങ്ങൾ സഹിച്ചതിന് ശേഷം ഞാൻ മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചു. പിന്നെ ഞാൻ റാന്നിയിലേക്ക് മാറി. എല്ലാം ഈ വീട്ടുകാരെന്നെ പ്രാർത്ഥിക്കുന്നിടത്ത് മാത്രമേ ഞാൻ താമസിക്കുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചു. വീണ്ടും പരിശോധനകൾ കൂടി. ചുരുക്കി ഞാൻ പറയട്ടെ, 3 വർഷക്കാലം ഒരു സാരി ഞാൻ എടുത്തുകൊണ്ട് നടന്നു. ധരിക്കുവാൻ ആഹാരം അതെ വസ്ത്രമില്ല, കഴിക്കുവാൻ ആഹാരമില്ല, തേക്കുവാൻ എണ്ണയില്ല. തീച്ചുളയുടെ കഷ്ടതയിൽ കൂടി അവൻ എന്നെ കടത്തിവിട്ടു. സ്വന്തം താരത്തിന്റെ സ്റ്റേജിൽ ഞാൻ ആദ്യം സാക്ഷ്യം പറയുമ്പോൾ വളരെ സ്വന്തം കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി തന്നെയായിരുന്നു അന്ന് മുൻപോട്ട് പോകുന്നത്. ഒരു നല്ല വസ്ത്രം എനിക്കില്ലായിരുന്നു. പക്ഷേ എന്റെ ദൈവം എന്നെ സ്നേഹിച്ചു. ഞാൻ ഭക്ഷണത്തിന് വേണ്ടിയാണോ ഇറങ്ങിയത്? ഞാൻ വസ്ത്രത്തിന് വേണ്ടിയാണോ ഇറങ്ങിയത്? ഞാൻ ഈ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടിയാണോ ഇറങ്ങിയത്? അല്ല, എന്റെ പ്രാണപ്രിയന്റെ അടുക്കൽ എനിക്ക് എത്തണം. ഇത് മാത്രം ഞാൻ ചോദിച്ചു. അതിനുശേഷം വീണ്ടും 86 വരെ ശോധനയുടെ കാലഘട്ടത്തിൽ കൂടി കർത്താവിനെ കടത്തിവിട്ടു. ഞാൻ ചുരുക്കി പറയട്ടെ, അവസാനം എന്റെ വാപ്പ യഥാർത്ഥ മുസ്ലിങ്ങളാണ്,
ശുദ്രപ്രയോഗം ചെയ്യുകയില്ല. പക്ഷേ എന്റെ വാപ്പ എന്റെ മുൻപിൽ തോറ്റെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ശുദ്രപ്രയോഗത്തിലേക്ക് തിരിഞ്ഞു. അവസാനം ശുദ്രം ചെയ്ത് എന്നെ തിരിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ശുദ്രപ്രയോഗം ചെയ്തു. പക്ഷേ കൃപയാൽ അവരെന്തെല്ലാം ചെയ്തു അതെല്ലാം തിരിച്ച് അവരിലേക്ക് തന്നെ മടങ്ങിച്ചെന്നതിന് ശേഷം ഞാൻ ഭ്രാന്തിയായി വീട്ടിൽ ചെല്ലുവാൻ വേണ്ടി അവസാനം ഒരു പ്രയോഗങ്ങൾ പ്രയോഗിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, എന്റെ വാപ്പ ഇത് പ്രയോഗിച്ചിട്ട് ഈ ഞാൻ ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഈ ബാധ എന്റെ സിസ്റ്ററോ പ്രസവിച്ചിട്ട് 12 ദിവസമായി ഇവിടേക്ക് ഇത് ബാധിച്ചു. അവിടെ 41 ദിവസം ചങ്ങലയിലിട്ടിരുന്നു. സ്വന്തം എന്റെ ദൈവമാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവവ്യാപിയാണ്, അവനെ കൊണ്ട് സാധ്യമായി ഒന്നുമില്ല. നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ദുഷ്ടരി ആയിരങ്ങളെല്ലാം നെയ്യും. പക്ഷേ ഇതൊന്നും നമുക്ക് ഫലിക്കത്തില്ല. ദൈവത്തിന്റെ കൃപയിലായിരിക്കണം. അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു. 86 മെയ് മാസം എന്റെ വാപ്പ വന്നിട്ട് എന്നോട് പറയുകയാണ്, മോളെ നിനക്ക് വേണ്ടി ഞാൻ ഒത്തിരി ഉപദ്രവം ചെയ്തു, നിന്നെ ഒത്തിരി പീഡിപ്പിച്ചു. നിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവം. നിന്നെ എന്തൊരു സത്യത്തിന്റെ ശക്തി പിന്തുടരുന്നുണ്ട്. നിന്റെ പക്ഷത്ത് ദൈവമുണ്ട്. നീയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. നിനക്ക് വേണ്ടി ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്തു, ഒന്നും നിനക്ക് ഫലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വാപ്പ എന്നോട് പറയുകയാണ്, സ്വതന്ത്രം ഞാൻ നിന്നെ കൊന്നിട്ടില്ലെന്ന് നാട്ടിലോ വീട്ടിലോ പറയത്തില്ല. നിന്നെ കൊന്നേ ഞാൻ എല്ലായിടത്തും ചെന്ന് പറയത്തുള്ളൂ. നീ അറിഞ്ഞ സത്യമനുസരിച്ച് നീ ജീവിച്ചോ. പക്ഷേ എനിക്കും ഇതിനു വേണ്ടി ജീവിക്കണമെന്ന് താല്പര്യമുണ്ട്. എന്റെ സമൂഹം അനുവദിക്കുന്നില്ല, എന്റെ ഒക്കെ പാരമ്പര്യമായി ഞാൻ സമ്മതിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സമയത്ത് നിന്റെ യേശുവിനെ ഞാൻ ഏറ്റുപറഞ്ഞേ മരിക്കുകയുള്ളൂ, സത്യം സത്യം എന്ന് പറഞ്ഞ് എന്റെ വാപ്പയെ ഉപദ്രവിക്കും. അതെ, ഇങ്ങനെ തലയ്ക്ക് സത്യം ചെയ്ത് കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് അവിടെ നിന്ന് പിരിവാനിടയായിത്തീർന്നു. 86 മെയ് മാസം ഞാനും എന്റെ വാപ്പായും തമ്മിൽ പിരിഞ്ഞു. അതിനുശേഷം ഇതുവരെ എന്റെ വാപ്പായെ കണ്ടില്ല. കഴിഞ്ഞ വർഷം എന്റെ വാപ്പ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പിന്നത്തിൽ എനിക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. സ്തോത്രം. എന്റെ വീട്ടുകാരെ പറ്റി യാതൊരു അഡ്രസ്സും ഇല്ലാതെ മുൻപോട്ട് പോയാൽ അതിനുശേഷം ചങ്ങനാശ്ശേരി ന്യൂ ഇന്ത്യ ടച്ചക്കോളിൽ ചെന്ന് 86 ബൈബിൾ സ്കൂളിൽ പഠിച്ചു. ബൈബിൾ സ്കൂളിൽ പഠിച്ചതിന് ശേഷം 90-91 കാലയളവ് വരെ അവരുടെ ഫീൽഡ് പ്രവർത്തനത്തിൽ അരിപ്പാനിടയായിത്തീർന്നു. വീണ്ടും ചർച്ചക്കോളിൽ കടന്നു വന്നു. ചർച്ചക്കോട് തന്നെ ഞാൻ മുളപ്പുഴ ചർച്ചക്കോടിൽ അവിടുത്തെ ഹെഡ് ഓഫീസ് ചർച്ചാണ് എന്റെ മാതൃ ചർച്ച. അവിടെ ഞാൻ ആരാധനയെ സമ്മതിക്കുകയും ലേഡീസിന്റെ ഓർഗനൈസറായി ആ ഡിസ്ട്രിക്റ്റിൽ പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. വളരെ ശക്തമായി ദൈവത്തിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഓടുവാൻ കർത്താവ് ഭാഗ്യം തന്നു. കർത്താവ് അങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിറ്റാറിന്റെ പ്രദേശത്ത് ഞാനൊരു കൺവെൻഷന് വേണ്ടി കടന്നുപോയി. കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ കടന്നു വന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ വന്നിട്ടുള്ള ക്രിസ്ത്യാനി എന്ന് വന്നിട്ട് ആർക്കുമില്ലാത്ത പരിശോധന നീ എന്തിനെ കർത്താവ് എന്റെ ജീവിതത്തിൽ തന്നു. അപ്പോൾ എന്റെ ദൈവത്തിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, പെന്തക്കോസ്തിന്റെ പാരമ്പര്യം പ്രസംഗിക്കാനല്ല ഞാൻ വിളിച്ചത്, പെന്തക്കോസ്തിന്റെ അനുഭവം പ്രസ്താവിപ്പാനത്രേ. അവനെ തീറ്റുവിളയിൽ കൂടി കൊണ്ടുവന്ന പെന്തക്കോസ്തിന്റെ അനുഭവത്തിന് വേണ്ടിയാണ്. പെന്തക്കോസ് എന്ന് പറയുന്ന സഭയല്ല, സംഘടനയല്ല, പാരമ്പര്യമല്ല, അതെന്റെ അനുഭവമാണെന്ന് കൃപയാ ഈ നാളുകളുടെ അകം എനിക്ക് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. ആ സമയത്ത് എന്റെ കുഞ്ഞ് മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവന്റെ കുഞ്ഞിന്റെ ശരീരത്തിൽ കരങ്ങൾ വെച്ച് ഉയരത്തിലേക്ക് ഒരു കരം ഉയർത്തിയിട്ട് ധാരധാരയെ കണ്ണീർ ഒഴുക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ കുഞ്ഞിനെ മടക്കി തന്ന ഞാൻ നിന്റെ വേല ചെയ്തു കൊള്ളാമെന്ന്. സ്തോത്രം. കൃപയാൽ എന്റെ കുഞ്ഞിനെ ആയുസ് കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അവൾക്ക് ഈ മാസം 30 ആകുമ്പോൾ 5 വയസ്സ് വരെ. അതിനേത് ഒരു പെൺപൈതലിനെ കൂടെ തന്നു. 2 പെൺപൈതങ്ങളെ ദൈവം എനിക്ക് തന്നു. എന്റെ അച്ഛന്റെ അപ്പച്ചനും അമ്മച്ചും ഞങ്ങളുടെ കൂടെ താമസിക്കുന്നു. 3 സഹോദരിമാരുണ്ട്. അവരെ 3 പേരെയും വിവാഹം കഴിച്ചയച്ചു. എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് യാതൊരു അഡ്രസ്സും ഇല്ല. അവരെവിടെയാണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കഴിഞ്ഞ വർഷം ഈ 99 നവംബർ മാസം 3-ാം തീയതി എനിക്ക് ഒരു സിസ്റ്ററേ ഉള്ളൂ. അവൾ അന്വേഷിച്ചു പിടിച്ച് 19 വർഷത്തിന് ശേഷം എന്റെ വീട്ടിൽ വരുവാനിടയായി. അവളും പറഞ്ഞു വെച്ചു പോയി, നിന്റെ ദൈവത്തിനാ ശക്തി, നിന്റെ പക്ഷത്ത് ദൈവമുണ്ട്, സ്തോത്രം എന്ന് പറഞ്ഞു പോകുവാനിടയായിത്തീർന്നു. ഇപ്പോൾ അവരെല്ലാം പറയുന്നു എന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്. സ്തോത്രം. എനിക്കത് അനുഭവിച്ചറിയുവാൻ ദൈവം ഭാഗ്യം തന്നു. എനിക്കൊന്നു മാത്രം, സ്തോത്രം, ഈ ലോകത്തിലെ കഷ്ടത അത് താൽക്കാലികമാണ്. കഷ്ടം സഹിച്ചെങ്കിൽ മാത്രമേ അവിടെ യുഗായുഗങ്ങൾ വാഴുകയുള്ളെന്ന് ഞാൻ എന്റെ കഷ്ടതയുടെ ഒരംശം പോലും ഇന്ന് രാത്രി ഞാൻ പ്രസ്താവിച്ചില്ല. കാരണം എനിക്കത് പറയുന്നത് ഇഷ്ടമില്ല. എന്റെ പ്രാണപ്രിയനെ കുറിച്ച് അങ്ങ് പറഞ്ഞാൽ മതി. അത് മാത്രമാണ് എനിക്ക് ഇഷ്ടമുള്ളത്. ഓരോ ദിവസവും അവൻ കൃപ തന്ന് നടത്തുന്നു. വിശ്രമം കൂടാതുള്ള ശുശ്രൂഷ അവൻ എന്റെ മുൻപിൽ ഒരുക്കി. ഞാൻ അഭിഷേകം പ്രാപിച്ച കാര്യം കൂടെ പറഞ്ഞിട്ടിരിക്കട്ടെ. ഞാൻ ഈ അന്യഭാഷയോട് ഏറ്റവും എതിരായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ 82 ജൂലൈ 27-ാം തീയതി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി കടന്നുപോയി. അവിടെ കടന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, ഭിത്തിയിൽ ചാരിയിരിക്കാതെ മുൻപോട്ട് നീങ്ങിയൊരു സ്തോത്രം പറയാൻ എനിക്ക് ഇഷ്ടമില്ല. സ്തോത്രം പറയുന്നത് കൈയടിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ദാസൻ വീണ്ടും പ്രാർത്ഥിച്ചു, പാട്ടുപാടി ആരാധിച്ചു. കേട്ടതും ഒരു തീ കഷ്ടമായി ദൈവം എന്നെ മാറ്റി. അന്ന് അനവധി ഭാഷകൾ ദൈവം എന്റെ അതരത്തിൽ തന്നു. ആദ്യമായി പ്രവചിച്ചത് അവിടെയുള്ള ദൈവത്തിന്റെ ദാസനോടായിരുന്നു. ചില കൃപാവരങ്ങളാൽ ദൈവം എന്നെ നിറയ്ക്കുവാൻ എന്റെ ദൈവത്തിന് പ്രസാദം തോന്നി. അന്ന് അന്യഭാഷകൾ നിർത്തുവാൻ കഴിയുന്നില്ല. 2-2.5 മണിക്കൂറോളം ആത്മാവിൽ പാടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഏറ്റവും വെറുത്തിരുന്ന ഭാഷ ഇന്ന് ഏറ്റവും അധികമായി എന്നെ കൊണ്ട് പ്രസ്താവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശക്തമായി ഞാൻ എല്ലാവരോടും പറയും, അത് ഏത് ജാതിക്കാരോടും ഏത് സമുദായക്കാരോടും ഞാൻ ഉറപ്പിച്ചും പറയും, ദൈവത്തിന്റെ ആത്മാവില്ല എങ്കിൽ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു കവിയുന്ന അടയാളമാണ് അന്യഭാഷ
അത് പ്രസ്താവിക്കണം എന്നെനിക്ക് തറപ്പിച്ചുള്ള എന്റെ അനുഭവം കൊണ്ട് കർത്താവ് ഇടയാക്കുന്നു. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ സന്നിധിയായിരിക്കാൻ കർത്താവ് ഭാഗ്യതന്നു. ഇപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ മുളക്കുഴ ബൈബിൾ കോളേജിൽ 2ാം വർഷം വിദ്യാർത്ഥിയെ പഠിച്ചു. ഇനി 1 വർഷം കൂടെ പഠിക്കാനുണ്ട്. ഇനി അടുത്ത 3ാം വർഷം 2 കുഞ്ഞുങ്ങളെ തന്നു. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് കോടുകുളഞ്ഞി ഓട്ടാഫീസിനടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ചത്തുകോടിനോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. അവിടെ ഒരു പുതിയ പ്രവർത്തനം കഴിഞ്ഞ മാസം ആരംഭിക്കുവാൻ കർത്താവ് സഹായിച്ചു. 3-4 സമുദായ കുടുംബങ്ങൾ ഞങ്ങളോട് കടന്നു വരുന്നു. 2 ഹിന്ദു കുടുംബവും കടന്നു വരുന്നു. കൃപയാൽ കർത്താവിന്റെ വേല അനുഗ്രഹമായി വളരെ സന്തോഷമായി നടക്കുന്നു. ഇന്ന് എനിക്ക് കഷ്ടത മറക്കുവാൻ തക്കവണ്ണം ദൈവന്റെ ജീവിതത്തിൽ പ്രത്യാശ തന്നു. സ്തോത്രം. കഷ്ടതയല്ല എന്റെ വിഷയം, പ്രത്യാശയാണ്. പ്രത്യാശ നാടിനെ നോക്കിക്കൊണ്ട് എന്റെ പ്രിയന്റെ മാറിൽ ചായിക്കൊണ്ട് എന്റെ പ്രിയന്റെ ശബ്ദം കേട്ട് നിത്യത പ്രാപിക്കാൻ ഞാൻ അതിവാഞ്ചോടെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം, എനിക്ക് തന്നിട്ടുള്ള വിശ്വാസികൾ അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഓരോ നിമിഷം ദൈവങ്ങളിൽ താഴ്ത്തുന്നു. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന ഈ ഭാരവാഹികളോട് നന്ദി പറഞ്ഞ് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നു.
റമലയുടെ അനുഭവ സാക്ഷ്യം കേട്ട ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹിതരെ, ലോക സംഭവങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിക്കുന്നു. കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? തുടർന്നുള്ള എന്റെ ജീവിതം ദൈവവചന പ്രകാരം ദൈവനാമ മഹത്വത്തിനായി മാത്രമായിരിക്കും എന്ന് എത്ര പ്രാവശ്യം തീരുമാനമെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ? കഴിഞ്ഞ ദിവസവും ഈ തീരുമാനം വീട്ടിലും സ്നേഹിതരോടും പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. വിശുദ്ധ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. എന്നാൽ ലോകത്തെ സ്നേഹിച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും ഭയന്ന് ആഭരണം ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാതെ ദൈവവചന പ്രകാരം വിശ്വാസ സ്നാനം ഏൽക്കാതെ ജീവിതത്തിന്റെ വിലപ്പെട്ട നാളുകൾ നഷ്ടപ്പെടുത്തുന്ന സഹോദര സഹോദരി, ഈ റമലയുടെ സാക്ഷ്യം നിന്നെ സത്യത്തിലേക്ക് നയിച്ചിരുന്നുവെങ്കിൽ, ഇതുപോലെ നീയും അനേകർക്ക് ഒരു സാക്ഷ്യം ആയി തീർന്നിരുന്നു എങ്കിൽ, ജീവിതത്തിൽ നേരിട്ട എല്ലാ ഉപദ്രവങ്ങളിലും പ്രതികൂലങ്ങളിലും റമലയെ നിലനിർത്തിയ ദൈവം തന്റെ കൃപയിൽ നിന്നെയും സൂക്ഷിപ്പാൻ ശക്തനല്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ഇടപെടുന്ന ഈ അവസരത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ദൈവസന്നിധിയിൽ ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥന ഏറ്റുപറയുക. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മുമ്പിൽ എടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും അനുസരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ കുറവുകൾ ഞാൻ സമ്മതിക്കുന്നു. തുടർന്നുള്ള എന്റെ ജീവിതം ദൈവവചന പ്രകാരം സ്നാനപ്പെട്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് കർത്താവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. റമലയുടെ ദൈവം എന്നോട് കൂടെയുള്ളതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. തുടർന്ന് പ്രാർത്ഥന, ആത്മീയ കൂട്ടായ്മ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് 050-837-0012